അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സിസ്റ്റർ രജി ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളെവർ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ രജിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. എനിക്ക് ഭർത്താവും 3 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്തയാള് 5ാം ക്ലാസ്സിലേക്കായിരിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞ് 3ാം ക്ലാസ്സിലും ഇളയ കുഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് ആയിരിക്കുന്നു. മോളുടെ പേര് പ്രൈസി, മോന്റെ പേര് പ്രൈസ്, മൂന്നാമത്തെ കുഞ്ഞിന്റെ പേര് പ്രിൻസ്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര പഞ്ചായത്ത് മുളയാറ് എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ജനിച്ചതും വളർന്നതും ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എന്നാൽ എന്റെ കുഞ്ഞുനാളില് നോക്കാമെങ്കിൽ എന്റെ പിതാവ് വളരെയധികം മദ്യപാനിയായിരുന്നു. കുടുംബജീവിതത്തിനകത്ത് സമാധാനം എന്തെന്നോ സന്തോഷം എന്തെന്നോ പോലും അറിയാത്തൊരവസ്ഥയിൽ കൂടിയാണ് വളർന്നു വന്നത്. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. മൂത്തയാള് ചേച്ചിയാണ്, രജനി എന്നാണ് പേര്, അനിയത്തി രജിത. 2 പേരും ഇപ്പൊ വിവാഹം കഴിഞ്ഞു കുടുംബസ്ഥരായിരിക്കുന്നു. എനിക്ക് മാതാവുണ്ട്. പിതാവിന്റെ 16ാമത്തെ വയസ്സില് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടതായതുകൊണ്ട് എനിക്ക് യേശുവിനെ കുറിച്ച്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ചർച്ചുണ്ട്, അപ്പോഴേ അവിടെ കടന്ന് ഞാൻ പോകും. എന്നാലും അത് പൂർണ്ണമായിട്ടൊരു കടന്നുപോക്കല്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നത് ദൈവത്തെ അറിഞ്ഞ മക്കളായിരുന്നു. അപ്പൊ പിതാവ് മദ്യപിച്ച് വന്ന് കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്റെ ഭവനത്തിന് അടുത്ത വീട്ടിലെ ഒരു പ്രിയ പിതാവുണ്ട്. അദ്ദേഹം കടന്നു വരികയും ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും യേശുവിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് എന്റെ കർത്താവിനോട് അടുത്ത് വരുവാൻ പറ്റിയിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഹിന്ദു ആയിരുന്നു, ആശാരി കുടുംബത്തിലാണ്. പക്ഷെ അവരെല്ലാരും ഭയങ്കരമായ ഹിന്ദുപരമായിട്ട് ജീവിച്ചതായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് യേശുവിനെ അറിഞ്ഞ് കടന്നു വരുവാൻ എനിക്ക് കഴിയാത്തൊരവസ്ഥ. എന്നാൽ ഞാൻ എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരി എനിക്കൊരു ബൈബിൾ തന്നിട്ടുണ്ട്. ഞാൻ ആ വേദപുസ്തകം വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ 24ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു കുടുംബജീവിതം സ്വർഗത്തിലെ ദൈവം തരുവാനിടയായി തീർന്നു. കുടുംബജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത് അദ്ദേഹം ഒരു രക്ഷിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. അവര് ദൈവത്തെ അറിഞ്ഞ കുടുംബത്തിലുള്ളവരായിരുന്നു. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ പോകുന്നെങ്കിലും അദ്ദേഹം മദ്യപാനവും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയത്. എന്റെ പിതാവ് മദ്യപിച്ച് വന്ന് ഭവനത്തിനകത്ത് വഴക്കുണ്ടാക്കുന്നത് മുഖാന്തരം എനിക്ക് മദ്യപിക്കുന്ന വ്യക്തികളെ കാണുന്നത് പോലെ എനിക്ക് പേടിയായിരുന്നു. എന്നാൽ കുടുംബജീവിതത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ ഹിന്ദു എന്ന് വന്നു, അദ്ദേഹം ദൈവത്തെ അറിഞ്ഞ കുടുംബത്തിലുള്ള. അപ്പോഴേ എന്നെ പെട്ടെന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു പ്രയാസമായിരുന്നു. എന്നാൽ എന്റെ ഹൃദയത്തിനകത്ത് ഇല്ല, ആരും ഒന്നും പറയൂല, നമുക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോണം, പള്ളിയിൽ പോയി ദൈവത്തെ നമുക്ക് ആരാധിക്കണമെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ വീടിനടുത്ത് തന്നെ ഒരു പെന്തക്കോസ്റ്റ് ചർച്ച് ഉണ്ടായിരുന്നു, പത്മോസ് മിനിസ്ട്രി ഓഫ് ചെമ്പകത്തിൻമൂടാണ് സെൻട്രൽ സഭ. അതിന്റെ ലോക്കൽ സഭയായിട്ട് മുളയാറ് എന്ന പ്രദേശത്ത് ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ആ ചർച്ചിന്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ കടന്നു വരുന്നതായ കർത്താവിന്റെ ദാസൻ ഏലിശ എന്നാണ് പാസ്റ്റർ പേര്. ആ പാസ്റ്ററും കുടുംബവും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ദൈവവചനത്തെ കുറിച്ച് പറയുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ആലയത്തിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ആലയത്തിലേക്ക് കടന്നു പോകുന്നെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അല്പസമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആലയത്തിൽ വന്നാൽ നേരെ ഒന്ന് കൈയടിക്കാൻ പോലും വിസമ്മതമാണ്. അല്പം കഴിയുമ്പോഴും ആലയത്തിൽ നിന്ന് പുറത്തു പോകും. വൈകുന്നേരം ആകുമ്പോൾ മദ്യപിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വരും. എന്നാൽ അവിടെയൊക്കെയും
എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. മറ്റുള്ളവരുടെ അടുത്ത് എൻ്റെ വിഷമങ്ങളോ വേദനകളോ ഒന്നും പറയാറില്ല. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് ഞങ്ങള് രണ്ടുപേരും പിന്നെ ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയതായ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്ത് വളരെയധികം ഞാൻ ഹിന്ദു എന്ന് വന്നതായത് കൊണ്ട് ഞാൻ അതിൻ്റെതായ രീതിയിൽ ജീവിച്ചത് മുഖാന്തരം വളരെയധികം പൈശാചികമായ ബന്ധനങ്ങൾ എൻ്റെ ശരീരത്തിന്മേൽ കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങള് കുടുംബജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചെങ്കിലും ഞങ്ങൾക്ക് ഒരു തലമുറ ലഭിക്കുവാൻ കഴിയാതെ വണ്ണമായിരുന്നതായ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. 2 വർഷക്കാലം ഞങ്ങള് ചികിത്സ ചെയ്തിട്ട് അതിനൊരു പ്രതിവിധിയോ അതിനൊരു മാറ്റമോ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരുവാൻ ഇടയായില്ല. അങ്ങനെ ഞങ്ങൾ ആലയത്തിൽ കടന്നു പോകുന്നു. അപ്പോഴ് എനിക്ക് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായത് കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെതായ ഭയത്തോടും ഭക്തിയോടും കൂടി അതിൻ്റെതായ വസ്ത്രങ്ങൾ അണിഞ്ഞ് കടന്നു പോകുന്നത് പോലെ എൻ്റെ കർത്താവിനെ അറിഞ്ഞ് കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിൻ്റെതായ അടുക്കും ചിട്ടയോടും കൂടിയാണല്ലോ നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു പോകേണ്ടതെന്നുള്ളതായ ഒരു വാഞ്ചയോട് കൂടി ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നതിന് തലേ ദിവസം തന്നെ അതിൻ്റെതായ ഒരുക്കത്തോടു കൂടി ഇരുന്ന് ഞാൻ ആലയത്തിലേക്ക് കടന്നുപോയി. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് വളരെയധികം പ്രയാസം എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ ആലയത്തിലേക്ക് കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലില്ലല്ലോ. ഭർത്താവ് മദ്യപിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിനകത്ത് ഒരു തലമുറയില്ല. അങ്ങനെയുള്ള വളരെയധികം വിഷമത്തോടു കൂടി ഞാൻ ഭവനത്തിനായിരുന്നു. എന്നാൽ ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ചർച്ചിൽ വച്ചു. അപ്പൊ ആ ആരാധനയ്ക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇന്ന് എന്തായാലും ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭവനത്തിൽ ഇരിക്കുവാനിടയായി തീർന്നു. എന്നാൽ സമയമായപ്പോൾ എനിക്ക് പോകണമെന്നുള്ള ഒരു മനസ്സ് തോന്നി ഞാൻ ആലയത്തിലേക്ക് കടന്നുപോയി ആ ആലയത്തിന്റെ ഫ്രണ്ടില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അടുത്ത് തന്നെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് ഏത് ആരാധനയ്ക്ക് പോയാലും ഞാൻ പോയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആരാധനയ്ക്ക് പോയിരുന്നപ്പോൾ ദൈവദാസനിൽ കൂടെ ഇങ്ങനെ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. നീ ആശാരി കുടുംബത്തിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്റെ ഉദരത്തിനകത്ത് വളരെ ഒരു മാരകമായ ഒരു രോഗമുണ്ട്. എന്നാൽ നീ ഒരു വിഷയത്തിന്റെ മധ്യ ദൈവത്തോട് നീ പിണങ്ങി നീ ഇവിടെ വന്നിരിക്കുകയാണെന്ന് പറയുവാനിടയായി തീർന്നു. അത് നീ ഒരു കുഞ്ഞിന്റെ വിഷയത്തിലാണല്ലോ നീ പിണങ്ങി ഇവിടെ ദൈവത്തോട് പിണങ്ങി നീ വന്നിരിക്കുന്നതെന്ന് പറയുവാനിടയായി തീർന്നു. എന്നിട്ട് ആ ദേവദാസനിൽ കൂടി ദൈവാത്മാവ് ഇടപെട്ട് ഈ സമയം നീ സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ വിടുതൽ നിനക്ക് സംഭവിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. എനിക്ക് തോന്നി എൻ്റെ വയറിനകത്തുനിന്ന് എന്തോ ഒന്ന് അഴിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നുവാനിടയായി തീർന്നു. ചില നാളുകൾ കഴിഞ്ഞു പിന്നെയും വളരെയധികം പൈശാചികമായ ബന്ധനത്താൽ ഞാൻ വളരെയധികം ഭാരപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ കുടുംബ വീട്ടിനകത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഞങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ താമസിക്കുന്നെങ്കിൽ ഞാൻ ഭക്ഷണമൊക്കെ വേവിച്ച് അവിടെ ക്രമീകരിച്ച് വെച്ചിട്ട് ഞാൻ പുറത്തു പോയിട്ട് വീട്ടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കുകയില്ല. എല്ലാവരും എൻ്റെ അടുത്ത് വളരെ സ്നേഹമാണ്. എന്നാൽ എനിക്ക് തോന്നി ഈ ഭക്ഷണത്തിനകത്ത് ആരോ എന്തോ വിഷം എന്തോ കലർത്തിയിരിക്കണം, ഇതെനിക്ക് കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ അടുക്കളയിൽ ആഹാരം വേവിക്കാതെ വന്നാൽ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്, എരുത്തിൽ കൊണ്ടുവച്ച് ആഹാരം വേവിച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് ഞാൻ കൊണ്ടുവച്ചിട്ട് ഞാൻ പുറത്തു പോകും. എന്നാലും തിരിച്ചു വരുമ്പോൾ എനിക്ക് അവിടെയും കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരവസ്ഥ. പിന്നെ എനിക്ക് എൻ്റെ അമ്മായിയുടെ കൂടെ കിടക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായി തീർന്നത്. പിന്നെ ഞാൻ കിടക്കുന്ന റൂമില് ഞങ്ങൾ ആ റൂമിനകത്ത് എനിക്ക് പോകുന്നത് പോലെ എനിക്ക് ഒരു ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. രാത്രിയായ എനിക്ക് ഉറക്കമില്ല. അങ്ങനെ വളരെയധികം ഞങ്ങള് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ സമയത്ത് പിന്നെയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു ശക്തി വരികയും
ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രാവുന്ന രൂപേണ കടന്നു വരുന്നത് പോലെയുള്ളതായ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുവാനിടയായി തീർന്നു. എന്റെ നാക്ക് മുഴുവനും പുറത്തേക്ക് തള്ളുകയും നാക്കൊക്കെ നല്ല കരിനീല കളർ പോലെ ആവുകയും എന്റെ ഉള്ളിനകത്ത് ഞാൻ അവിടെ മരിച്ചു വീഴുകയാണ്. പക്ഷെ ആ മരിച്ചു വീഴുന്നതായ സമയത്ത് ഒരു പ്രാവുന്ന രൂപേണ ഞാൻ ദൈവത്തിന്റെ വചനം വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ശക്തി എന്റെ മേൽ ഇറങ്ങി വരികയും ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേറ്റ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനിടയായി തീർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാനും എന്റെ പ്രിയപ്പെട്ടവനും ഒരു തീരുമാനം എടുക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ ഇനി ജീവിക്കുകയാണെങ്കിൽ ഞങ്ങളെ കർത്താവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങള് പിറ്റേ ദിവസം തന്നെ ഞങ്ങള് സ്നാനപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് കടന്നു പോകുന്നെങ്കിലും ഞങ്ങൾക്കൊരു തലമുറ കാണുവാൻ കഴിയാതെ വണ്ണമുള്ള വളരെയധികം പ്രയാസം ഞങ്ങളുടെ ആ ജീവിതത്തിനകത്ത് കടന്നു വന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 2 വർഷക്കാലം ചികിത്സ ചെയ്തെങ്കിലും അതിനൊരു പ്രതിവിധിയില്ല. അങ്ങനെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയ സമയത്ത് പിന്നെയും ദൈവാത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. നിങ്ങൾക്ക് ദൈവം തലമുറകളെ ദൈവം തരും. അതിനോടൊപ്പം ഞങ്ങൾക്കൊരു സ്വന്തമായ ഞാൻ പറഞ്ഞല്ലോ ഭർത്താവിന്റെ ഭവനത്തിലാണ് താമസിക്കുന്നതെങ്കിലും അതൊരു പഴയ വീടാണ്. ദൈവാത്മാവ് സംസാരിച്ച് ഞങ്ങൾക്കൊരു ഭവനം പണിയുവാനുള്ള ഒരു നിവൃത്തിയില്ലെങ്കിലും ദൈവാത്മാവ് സംസാരിച്ച് നിങ്ങൾക്കൊരു ഭവനം തരും, ഭവനത്തോടനുബന്ധിച്ച് നിങ്ങൾക്കൊരു തലമുറ ദൈവം തരും. പക്ഷെ നിങ്ങൾക്കൊരു രോഗം ശരീരത്തിന്മേൽ കടത്തിവിട്ട് ശത്രുവാവ് നിങ്ങളെ സമ്പാദ്യങ്ങൾ മുഴുവനും അത് കവർന്നെടുക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ മധ്യ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങള് മുന്നോട്ട് പോകുന്നതായ സമയത്ത് മുന്നോട്ട് പോകുന്നതായ സമയത്താണ് എന്റെ ജീവിതത്തിനകത്ത് വളരെയധികം പ്രയാസങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നത്. പ്രയാസങ്ങൾ കടന്നു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭവനത്തിൻ്റെതായ പണി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആലോചന പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് അത് സാമ്പത്തികമായിട്ട് നമുക്ക് ചെയ്യുവാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ ഈ ദൈവത്തിന്റെ ആലോചന കേട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നതായ ആ സമയത്താണ് ഒരു ദിവസം ഞങ്ങള് നിൽക്കുന്നതായ ഞങ്ങളുടെ ആലയത്തിലേക്ക് കടന്നുപോയപ്പോൾ പെട്ടെന്ന് അവിടെ ആയിരുന്നതായ ദൈവദാസൻ മാറിപ്പോകുവാനിടയായി തീർന്നു. ഞങ്ങളെ എലിശ പാസ്റ്റർ എന്ന് പറഞ്ഞ ദേവദാസൻ പെട്ടെന്ന് തന്നെ ചർച്ചിൽ നിന്ന് മാറിപ്പോകുവാനിടയായി തീർന്നു. അപ്പോഴേ ആ ദേവദാസൻ മാറിപ്പോയതായ സമയത്ത് വളരെയധികം പ്രയാസം ജീവിതത്തിനകത്ത് അനുഭവിക്കാനിടയായി തീർന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മൾ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിൽ നമ്മൾ ഉറയ്ക്കുന്നില്ല. നമുക്ക് വിടുതൽ ദൈവം തന്നുവെങ്കിൽ ആ വചനത്തിൽ കൂടി നമ്മൾ ഉറയ്ക്കുന്നില്ല. അപ്പോഴ് ആ കർത്താവിന്റെ ദാസൻ പോയപ്പോൾ നമുക്ക് ആ സ്നേഹം നഷ്ടപ്പെടും എന്നുള്ള ഒരു വേദന നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് ഇനി വരുന്ന ദേവദാസൻ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ളതാണ്, എങ്ങനെയാണെന്നുള്ള നമ്മുടേതായ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനായിരുന്നു. പെട്ടെന്ന് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം പ്രയാസം ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ പുതിയ ദേവദാസൻ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം അങ്ങനെ കടന്നുപോയി. ദേവദാസൻ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, നല്ല ഒരു ദൈവപുരുഷനാണ്, നല്ലൊരു ദൈവഭക്തനായ മനുഷ്യനാണ്. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ചില സംസാരങ്ങൾ വരുവാനിടയായി തീർന്നു. അമ്മാവനും അമ്മായിയും വേറെ സഭയിൽ അവിടെ എന്റെ ഭർത്താവിന്റെ സഹോദരങ്ങളൊക്കെ ദൈവത്തെ അറിഞ്ഞവരാണെന്ന് പറയുവാനിടയായി തീർന്നു. അവരൊക്കെ അടുത്തുള്ള വേറെ സഭയിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പോകുന്ന സഭയിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ ഭവനത്തിലാണ്, ഞങ്ങളെ സഭയിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ നിങ്ങളും പല കാര്യങ്ങളായിട്ട് നിങ്ങളും പോകും എന്തായാലും എന്ന് പറഞ്ഞ് ഞങ്ങള് അടുത്ത ആരാധന ഉണ്ടെങ്കിൽ പോവാതെ മടികാടിച്ച് വിട്ടിരിക്കുന്നവരെ ചില സമയങ്ങളിൽ നമ്മളെ സഭയിൽ പോണത് പോലത്തെ ഒരു ആത്മാർത്ഥത കാണിച്ച് ചിലപ്പോൾ നമ്മൾ പോയെന്ന് വരില്ല. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ സഭ വിട്ട് നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് തലമുറ ദൈവം വേഗം തരും. ഞങ്ങൾ പ്രാർത്ഥിക്കും പോലെ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഇനി വരണം എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം സഭായോഗത്തിൽ ഞാൻ എഴുന്നേറ്റുന്ന സാക്ഷി പറഞ്ഞ്, ഇനി ഞങ്ങൾ ഈ സഭയിൽ ഞങ്ങൾ കടന്നു വരുന്നില്ല,
ഞങ്ങളിനി ഞങ്ങളെ മാതാവും പിതാവും ആരാധിക്കുന്ന സഭയിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഇനി ഞങ്ങൾ ഈ സഭയിൽ കടന്നു വരുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സഭയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഇറങ്ങി വന്ന 3 മാസവും പ്രിയ മാതാവ് പോകുന്ന ചർച്ചിൽ പോയി ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടെ ആയിരുന്നു. എന്നാൽ 3 മാസമായപ്പോൾ എന്റെ പ്രിയപ്പെട്ടവന് പെട്ടെന്ന് ഒരു അപകടം കടന്നു വരുവാനിടയായി തീർന്നു. അപകടം വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ ബൈക്കുണ്ട്, ബൈക്കിൽ ഇങ്ങനെ പോയപ്പോൾ ഒരു ചെറിയൊരു വണ്ടി വന്ന് തട്ടി ഇദ്ദേഹം താഴെ വന്ന് വീണെങ്കിൽ വലിയ അപകടങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു ഇടിവ് പറ്റി. അങ്ങനെ മരുന്ന് കുടിച്ച് ഭവനത്തിലായിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ മാതാവിന്റെ ചർച്ചിൽ ഒരു ഓൾ നൈറ്റ് പ്രെയർ വെക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഈ ചികിത്സയൊക്കെ ചെയ്തിട്ടും എനിക്കൊരു കുഞ്ഞില്ലാത്തതിന് വളരെയധികം വിഷമത്തോടു കൂടി അവിടെ ആയിരുന്നപ്പോൾ അവിടെ കടന്നു വന്ന ദൈവദാസന്മാർ, ഓൾ നൈറ്റ് പ്രെയറിന് വന്ന ദൈവദാസന്മാർ എല്ലാവരുടെ വിഷയങ്ങളും വെച്ച് എല്ലാവരോടും വിഷയങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ എന്റേതായ വിഷയത്തിന്റെ മധ്യേ പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അത് ഇനി എന്റെ വിഷയം അതൊരു മുഖ്യമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ പെട്ടെന്ന് എന്റെ തലയിൽ കൊണ്ട് കൈവയ്ക്കുന്നതും അപ്പോൾ എന്റെ ശരീരത്തിൽ വളരെയധികം പഴയതിനേക്കാൾ ഉപരിയായി പൈശാചിക ശക്തി വെളിപ്പെടുവാനിടയായി തീർന്നു. ഭവനത്തിലേക്ക് കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ടവൻ മരുന്ന് കുടിച്ച് ഭവനത്തിലാണ്, ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നില്ല, സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ അവസ്ഥ. പിന്നെയും എന്റെ ജീവിതത്തിനകത്ത് ഒരു മാനസിക രോഗിയെ പോലെ ഞാനായി തീരുവാനിടയായി തീർന്നു. ഒരു കുഞ്ഞ് ജീവിതത്തിനകത്തില്ലല്ലോ, ഒരു തലമുറയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം എന്നെ വളരെയധികം ഭാരപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഭവനത്തിനകത്തായിരിക്കുമ്പോൾ പിന്നെ എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചെങ്കിലും എനിക്കൊരു വിടുതൽ കാണുവാനിടയായി തീർന്നില്ല. അങ്ങനെ ഞങ്ങളെ എന്റെ ഭർത്താവിനെയും കൊണ്ട് വേറൊരു സ്ഥാനത്തേക്ക്, ഓലത്താൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. അവിടെ കടന്നുപോയി PG വർഗീസ് സാറ് അവര് എല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാലും പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിടുതലുണ്ട്. അല്പസമയം കഴിയുമ്പോൾ പിന്നെ അതിൻ്റെതായ ഇരട്ടി ഒരു എന്തോ എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നത് പോലതായ ഒരു വേദന ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. എന്റെ കൈമുട്ടൊക്കെ മുറിയും, അതിൽ കൂടെ രക്തം ഇങ്ങനെ വാർന്നൊഴുകിക്കൊണ്ടിരുന്ന എനിക്ക് തന്നെത്താനൊന്ന് ഡ്രസ്സ് ധരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. എന്റെ കൈയും കാലെല്ലാം ഒരുമാതിരി ഇങ്ങനെ കോടിയേ ഇരിക്കുള്ളൂ. കൈ ഒന്ന് നിവർത്തി പിടിക്കാനോ ഒന്നും വയ്യ. പക്ഷെ ആരാധന തുടങ്ങുന്നതായ സമയമാകുമ്പോൾ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ദൈവദാസന്മാര് കടന്നു വരുമ്പോൾ എനിക്ക് ഒരു രോഗവുമില്ല. ഞാൻ നല്ല ഒരു പൂർണ്ണ ഒരു ആരോഗ്യവതിയായിട്ടാണ് ഞാൻ അവരുടെ മുന്നിലിരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഒരു കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ താമസിക്കുവാനിടയായി തീർന്നു. അവിടെ താമസിക്കുമ്പോൾ രാത്രി സമയമാകുമ്പോൾ എനിക്ക് ഉറക്കമില്ലാതെ വന്ന് ഞാൻ വളരെയധികം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ടതായ ഒരു ദേവദാസൻ കടന്നു വന്ന് 2-3 പേർ ഞാൻ കിടക്കുന്നതിന് ചുറ്റും കടന്നു അവര് ചുറ്റും നടന്ന് അവർ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആ ദേവദാസൻ പറയുവാനിടയായി തീർന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സഹോദരിക്ക് ഇങ്ങനെ. അപ്പോൾ എന്റേതായ വിഷയങ്ങൾ എന്റെ ഹസ്ബൻഡ് പറയുവാനിടയായി തീർന്നു. അദ്ദേഹം എല്ലാ ഭർത്താവ് ആദ്യം വന്ന ദേവദാസനോട് ജായലിശ എന്ന് പറയുന്ന പാസ്റ്ററോട് പറയുവാനിടയായി തീർന്നു, പാസ്റ്ററെ ഇവൾക്ക് ഉറക്കമില്ല, പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിട്ട് അവൾക്ക് വിടുതലുണ്ട്, പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെയും ഒരു ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത അവളെ അനുഭവപ്പെടും. എന്തായാലും ഹോസ്പിറ്റലിൽ ഇനി ഇവളെ കൊണ്ടുപോയി ഉറക്കത്തിനുള്ള ഇഞ്ചക്ഷൻ വല്ലതും കൊടുത്ത് അവളെ അല്ലാതെ പറ്റുന്നില്ല. എന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ഈ വളരെയധികം അസ്വസ്ഥതയും ദേഹം മരുന്ന് കുടിച്ചിരിക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ രാത്രിയായ അദ്ദേഹത്തിന് ഉറക്കമില്ല, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഈ വാക്ക് പറയുവാനിടയായി തീർന്നത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ ഒരു ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഏലിയാവിന്റെ യാഗപീഠം എവിടെയാണോ പൊളിഞ്ഞത് ആ യാഗപീഠത്തെ അടുക്കി പണിതത് പോലെ നിങ്ങളുടെ യാഗപീഠം എവിടെയോ പൊളിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ ആ യാഗപീഠത്തെ ഒന്ന് പണിതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം വിടുതലയക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ തന്നെ പറഞ്ഞു, ഒരു കുഞ്ഞിനെ നിങ്ങൾ ഒരു വിഗ്രഹത്തെ സേവിക്കുന്നത് പോലെ, എന്നാ ദൈവം നിങ്ങളെ ആക്കിയ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കാതെ വേണം, നിങ്ങൾ ഒരു വിഗ്രഹത്തെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി സ്നേഹിച്ചു. ദൈവം സംസാരിച്ച സ്ഥാനത്ത് അല്ലെങ്കിൽ ദൈവം നിർത്തിയ സ്ഥാനത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കാതെ വേണം നിങ്ങൾ പോയി. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത്
പരാജയങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് നിങ്ങൾ കടന്നുപോയി നിങ്ങൾ ഏത് സ്ഥാനത്താണോ ദൈവാക്യ സ്ഥാനത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ദൈവാത്മാവ് ശക്തമായി ഇടപെടുവാനിടയായി തീർന്നു. പക്ഷേ ഞങ്ങള് ആലയം വിട്ട് ഇറങ്ങിയ സമയം മുതൽ അടുത്ത് കടന്നു വന്നതായ ബിനു ഡേവിഡ് എന്നാണ് ആ ദേവദാസന്റെ പേരായ ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, വോൾനൈറ്റ് പ്രയറിന് കടന്നുപോയ സമയത്ത് ഒരു ദേവദാസൻ തലയിൽ കൈവച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പൈശാചിക ശക്തി ഇളവിയെന്ന്. ആ സമയത്ത് ബിനു ഡേവിഡ് എന്ന് പറയുന്നതായ ദേവദാസന് രാത്രി ആ സമയത്ത് തന്നെ ദൈവം ഉണർത്തുവാനിടയായി തീർന്നു. ഇങ്ങനെ ഒരു കുടുംബത്തിന്, നിങ്ങൾ ആലയം വിട്ടുപോയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുതിയനായ പുത്രൻ അപ്പൻ കൊടുത്തതൊക്കെയും നഷ്ടപ്പെടുത്തി തിരിച്ചു വന്നപ്പോൾ മകനെ സ്വീകരിച്ചതുപോലെ ഒരു സ്വീകരണം നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കണേ. എല്ലാം ഉണ്ടായിട്ട് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആ കുടുംബം തിരിച്ചു മടങ്ങി വരുവാൻ പോവുകയാണ്. നിങ്ങൾ അത് ഓർത്ത് ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് ദേവദാസനോട് ശക്തമായി ഇടപെടുവാനിടയായി തീർന്നു. ആ സമയത്ത് തന്നെ ആ ചർച്ചില് ഒരു ഉപവാസ പ്രാർത്ഥന കടന്നു വരുവാനിടയായി തീർന്നു. ഇതേപോലെ തന്നെ ആ ദേവദാസനിൽ കൂടെ സംസാരിക്കുവാനിടയായി തീർന്നു. സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഒരു പൂർണ്ണമായൊരു വിടുതൽ തന്ന് തിരിച്ച് ഞങ്ങൾ സഭയിലേക്ക് കടന്നു വന്ന് ദേവദാസനോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എന്റെ വായ്ക്കകത്തുനിന്ന് ഒരു പാല് പോലെ എന്തോ ഞാൻ ഛർദ്ദിക്കുവാനിടയായി തീർന്നതോടുകൂടി ആ പൈശാചികമായ ശക്തിയുള്ള ദൈവം എനിക്കൊരു പരിപൂർണമായ ഒരു വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവയുടെയാക്കി. ഈ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നത് ദൈവം നമ്മളെ ഒരു സ്ഥാനത്താക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ മാനുഷികമായ മുഖം കണ്ട് അല്ലെങ്കിൽ മാനുഷികമായ വാക്കുകൾ കേട്ട് നമ്മൾ പിരിഞ്ഞു പോവേണ്ടവരല്ല. നമ്മൾ ദൈവം എന്താണോ നമ്മളോട് പറയുന്നത് അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതെന്ന് പിന്നത്തെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ജീവിതത്തിനകത്ത് 10 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതെ വണ്ണം ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ ജീവിതത്തിന്മേലുണ്ടായിരുന്നു. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പിന്നെ ഞാൻ ചികിത്സയ്ക്ക് പോയില്ല. 2 വർഷക്കാലം ഞാൻ ചികിത്സ ചെയ്തെങ്കിലും ഞാൻ പിന്നെ ചികിത്സയ്ക്ക് പോയില്ല. പിന്നെ ദൈവം എനിക്കൊരു ഭവനം തരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മളെ സെൻട്രൽ സഭയിൽ തന്നെ ഒരു പവർ മീറ്റിംഗ് കടന്നു വരുവാനിടയായി തീർന്നു. ആ പവർ മീറ്റിംഗിലേക്ക് ഞാൻ കടന്നു പോയതായ സമയത്ത് ദൈവത്തിന്റെ ആലോചന പിന്നെയും വെളിപ്പെടുവാനിടയായി തീർന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ദൈവാത്മാവ് ഉണർത്തുകയാണ്. പ്രാർത്ഥിക്കും വേണ്ടി ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ജീവിതത്തിന്മേൽ വെളിപ്പെടുമെന്ന് പറയുവാനിടയായി തീർന്നു. ഞാനും എന്റെ പ്രിയപ്പെട്ടവനും കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ ഏത് കുഞ്ഞിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിനൊരു ഡ്രസ്സ് വാങ്ങി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുപോലെ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എന്റേതായ ജീവിതത്തിനകത്ത് ഭവനത്തിൻ്റെതായ പകുതിയായ സമയത്ത് എന്റെ വിരലിൽ ഒരു ചെറിയൊരു വ്രണം കടന്നു വരുവാനിടയായി തീർന്നു. ആ വ്രണവും ഒരു സ്ഥലത്ത് അത് പടുത്ത് അത് പൊട്ടി മാറുമ്പോൾ അത് അടുത്ത് വേറൊരു സ്ഥലത്ത് വരും. അപ്പൊ ഒരു വ്രണം വന്ന് അത് പഴുക്കാനുള്ള വേദന വളരെയധികം ഞാൻ ഭാരപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ രാത്രി സമയങ്ങളിൽ ഞാൻ വിരലിനെ ഞാൻ ഉയർത്തി വെക്കും. ആ വേദന എടുക്കുന്ന വിരലിനെ ഞാൻ ഉയർത്തി വെച്ച് ഞാൻ വളരെയധികം ഭാരത്തോട് വേദനയോടുകൂടി അത് എന്റെ കയ്യില് ഈ വിരലിലെ നഖമൊക്കെ പടുത്ത് പൊഴിഞ്ഞു പോയതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് നഖം തരുവാനിടയായി തീർന്നു. ഈ വേദനകളൊക്കെ കടന്നു വരുമ്പോഴും എല്ലാവരും എന്റെ അടുത്ത് പറയും, നീ ആശുപത്രിയിൽ കടന്നുപോയി ഇതിനുള്ള ചികിത്സ നേടണമെന്ന് പറയും. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ മേലുണ്ട്. ഒരു ഭവനം ദൈവം തരും, അതിനോടനുബന്ധിച്ച് തലമുറകളെ ദൈവം തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു രോഗം നിന്റെ ശരീരത്തിന്മേൽ കടന്നു വന്ന് സാമ്പത്തികമായ നന്മ ശത്രുഭാവം കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരിക്കുന്നുള്ള ആ ദൈവത്തിന്റെ ആലോചന മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നെങ്കിൽ എന്റെ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടുവരും. വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അസഹ്യമായ വേദന വരുമ്പോൾ മാത്രം ഞാൻ ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ മേലുണ്ട്. ഒരു തലമുറ ദൈവം തരുമെന്നുള്ളത്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും ഉദരത്തിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതായ ഒരു ഭാരം എന്നെ കടത്തി വിടുന്നത് കൊണ്ട് ഞാൻ ഈ വേദനയെല്ലാം സഹിക്കുവാനിടയായി തീർന്നു. അങ്ങനെ എനിക്ക് പല ടെസ്റ്റുകൾ ചെയ്തു. എല്ലാവരും നിർബന്ധപ്രകാരം ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പലവിധമായ എനിക്ക് ടെസ്റ്റുകൾ ചെയ്യും. ഡോക്ടറെ കൊണ്ട് കാണിക്കും. അവരെ
ഓരോരോ കാര്യങ്ങൾ പറയും. എന്നിട്ട് പറഞ്ഞ ബ്ലഡിലൊന്നും ഒരു കുഴപ്പമില്ല, ഒരു ഗൈനക്കോളജിനെ കാണിച്ച് ഇതിനുള്ളതായ ചിലപ്പോൾ ശരീരത്തിന്റെ ഉള്ളിനകത്ത് എന്തെങ്കിലും അണുബാധ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചികിത്സ ചെയ്തിരുന്നാലും ഇതിനൊരു വിടുതൽ വരികയില്ല, അതുകൊണ്ട് ഒരു ഗൈനക്കോളജിനെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാവരും ഗർഭിണികളായിരുന്നു. അപ്പോഴേ ആ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ കടന്നു പോയപ്പോൾ ഡോക്ടറിന് എന്നെ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഒരു വിമിഷ്ടമായി തീരുമാനിച്ചു. ഡോക്ടറിനെ വഴക്ക് പറഞ്ഞ് കാലിലെയും കയ്യിലെയും വ്രണവുമായിട്ട് എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ ഗർഭിണികൾ നിൽക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ എന്തിനാണ് വന്നത്? ഇതൊരു സ്കിൻ ഡോക്ടറെയോ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി നിങ്ങൾ കാണിക്കേണ്ടത്, ഇത് ഗർഭിണികളെ അടുത്ത് കൊണ്ടുവരേണ്ട രോഗമല്ല. എന്നെ അവരെ ഒരു വിഷമതയോടുകൂടി എന്റെ അടുത്ത് സംസാരിക്കുവാനിടയായി തീർന്നു. ഞാൻ ആ ഡോക്ടറെ അടുത്ത് പറയുവാനിടയായി തീർന്ന് കഴിഞ്ഞ ഇപ്പം ഇത് ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡോക്ടറെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഡോക്ടർ ചികിത്സയിലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളില്ലാതെ വണ്ണം ഞാൻ ഈ ഡോക്ടറെയാണ് ഞാൻ സമീപിച്ചിട്ടുള്ളത്. ആ ഡോക്ടറിന്റെ അടുത്താണ് ഞാൻ ഈ കാല് വയ്യാതെ കടന്നു പോയത്. അപ്പൊ ഡോക്ടർ കേട്ട് ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളായോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോ കേട്ട് ഇപ്പൊ എത്ര വർഷമായി എന്നിട്ട് ഞാൻ പറഞ്ഞ് 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷമാക്കാൻ പോകുന്നു പറഞ്ഞ് ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ശ്യാം എന്നാണ് പേര്. ആ ഡോക്ടറെ നിങ്ങൾ അടുത്ത മാസം നിങ്ങൾ വന്ന് ആ ഡോക്ടറെ കാണണം. ഇന്ന് അതിനുള്ളതായ എല്ലാ പേപ്പറുകളും നിങ്ങൾ അവിടെ പോയി നിങ്ങൾ അവിടെ അന്വേഷണ സ്ഥലത്ത് പോയി നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞ്. എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് കാല് നിലത്തൂന്നാൻ പോലും പറ്റാത്തൊരവസ്ഥ, അത്രയ്ക്ക് കാലിന്റെ തള്ളവിരലൊക്കെ നല്ല പഴുത്ത് കുടിഞ്ഞിരിക്കുന്നതായ ഒരവസ്ഥ. ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഭവനത്തിൽ കടന്നു വന്ന് ഞാൻ ഒരു എടുത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ സദ്രക് മേശക് അബേദ്നെഗോവും പറയാണ്, ഈ തീച്ചുള്ളിൽ നിന്ന് ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഞങ്ങളുടെ ദൈവത്തെ ഒരു നാളും തള്ളി പറയുന്ന പ്രകാരം ഞാനും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഇത്രയും നാൾ ഞാൻ കാത്തിരുന്ന ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു കുഞ്ഞ് വേണ്ട. എനിക്ക് അനേകം പേരെടുത്ത് കടന്നുപോയി എനിക്ക് സാക്ഷ്യം പറയണം, എന്റെ ദൈവം എന്നെ വിടുവിച്ച സാക്ഷ്യത്തെ പറയണം. എനിക്കൊരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണ്ട. എന്റെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ ഈ ദൈവത്തെ ഞാൻ ഈ ദൈവത്തെ തന്നെ സേവിക്കുമെന്നുള്ളതായ ഒരു തീരുമാനം ഞാൻ ദൈവസന്നിധിയിൽ എടുക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് എന്റെ ഈ കൈയും കാലൊക്കെ ഈ വയ്യാതായിരിക്കുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവൻ ജോലിക്ക് പോവാതെ ഒരു ദിവസം ഭവനത്തിലായിരുന്നു. ആ ഭവനത്തിലായിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ പുതിയ ഭവനത്തിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവൻ വളരെയധികം ഭാരത്തോടുകൂടി മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ച് കരയോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹന്നയുടെ ജീവിതത്തിനകത്ത് നോക്കാമെങ്കിൽ അവൾക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ എൽക്കാന എന്ന് പറയുന്നതായ അവളുടെ ഭർത്താവ് അവളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവ്. എന്നെ മക്കളില്ല എന്ന് പറഞ്ഞ് ഒരു വേദന പോലും എന്റെ ജീവിതത്തിനകത്ത് എന്നെ കുറിച്ച് ഒരു നിന്ന വാക്കുകളോ എന്നെ വേദനിപ്പിക്കുവാനോ ഇടയായി തീർന്നില്ല. പക്ഷേ അന്ന് എന്റെ ഭർത്താവ് ആ പുതിയ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ആ മുറിയിലിരുന്ന് മുട്ടുമേൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നത് കണ്ടപ്പോൾ ഇത്രയും വേദന ഉള്ളിലകത്ത് ഒതുക്കിക്കൊണ്ടാണോ ഇദ്ദേഹം നടന്നതെന്നുള്ളതായ ആ വിഷമം എന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ പത്രോസിനോട് ദൈവം പറയുന്നത്, രാത്രി കാലം വല വിരിച്ചിട്ടും നിനക്കൊരു മത്സ്യം പോലും നിനക്ക് കിട്ടിയില്ല, എന്നാൽ നീ ആഴത്തിലേക്ക് ഇറങ്ങി വല വീശുക എന്നുള്ളതായ ആ വചനപ്രകാരം ഞാനും എന്റെ ഈ പ്രാർത്ഥനയുടേതായ വിഷയം ആഴത്തിലേക്ക് ഇറക്കുവാനിടയായി തീർന്നു. ഇത്രയും വേദന വെച്ചുകൊണ്ടാണല്ലോ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നത്, ഒരു വാക്ക് പോലും പറയാത്തത്. അദ്ദേഹത്തിന്റെ വേദന ഇത്രത്തോളം വലുതാണോ എന്ന് ചിന്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവാത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ആ മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നന്റ് ആകുവാൻ ദൈവ അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ പിറ്റേ മാസം ഈ സമയത്ത് ഡോക്ടറെ അടുത്ത് കടന്നു പോകുവാൻ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞെങ്കിലും ഞാൻ ആ സമയത്ത് മറ്റൊരു ഡോക്ടറെ കാണുവാനാണ് ആ ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളതായ ആ ചീട്ടും കൊണ്ട് ഞാൻ പിന്നെയും എന്നെ കാണിച്ചാലാണ് ഡോക്ടറിന്റെ അടുത്തേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ആ ഡോക്ടർ പറഞ്ഞു, ഇതൊരു വലിയൊരു അത്ഭുതമാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടേതായ കാലിലെ വ്രണം നോക്കിയിട്ട് പറഞ്ഞു, ഇത് പഴുത്ത് അസ്ഥിയോട് ചേർന്ന് കാണുമെന്ന് വെച്ചാൽ അത്രയ്ക്ക് കാലിന്റെ വിരല് പഴുത്ത് കുഴിഞ്ഞു പോയി. ഇനി നിങ്ങൾക്ക് ഒരു കുഞ്ഞ് വയറിൽ ജനിച്ചിരിക്കുകയാണ്. ഇനി ഈ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആന്റിബയോട്ടിക് മരുന്നോ ഒന്നും കഴിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഒരു ഡോക്ടറെ പേര് എഴുതി തന്നിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ട് കാണിച്ച്
ഈ വിരലിനെ മുറിച്ച് മാറ്റിയാലേ പറ്റുള്ളൂ, അല്ലാതെ ഇത് ഇനി പടുത്ത് മുകളിലോട്ട് കയറി നിങ്ങൾക്ക് മറ്റൊരു ചികിത്സ ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ അവിടുന്ന് മറ്റു മെഡിസിനൊക്കെ തന്ന് എനിക്ക് എന്നെ വീട്ടിലേക്ക് വിടുവാനിടയായി തീർന്നു. വീട്ടിലേക്ക് കടന്നു വന്ന് ഞാൻ വളരെയധികം വേദനയോടുകൂടി ഞാനും എന്റെ ഭർത്താവും പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഭാര്യ ഷീജ സോളമൻ എന്നാണ് പേര്. ആ ദേവദാസിയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അവർ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദേവദാസനും കുടുംബവുമാണ്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനിടയായി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ സഹോദരി കുറച്ച് എണ്ണ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ദേവദാസ് തന്നെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് വിശ്വാസത്തോടു കൂടി നീ ദേഹത്തിട്ട മതിമുറിവുള്ള ഭാഗങ്ങളിലൊക്കെ ഇടണം, അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ശരീരത്തിൽ ഇടുവാനിടയായി തീർന്ന പ്രിയ ദൈവമക്കളെ, എന്റേതായ ശരീരത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു തഴമ്പ് പോലും ഇല്ലാതെ അവിടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ തരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അത് കഴിഞ്ഞ് എന്റെ കുഞ്ഞിന് 3 മാസമായി. അത് കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് ഞാൻ കടന്നുപോയി 5-ാം മാസം ചെക്കപ്പ് ചെയ്തപ്പോൾ പറയുകയാണ് എനിക്ക് ഷുഗറിൻ്റെതായ അസ്വസ്ഥത വളരെയധികം കൂടുതലാണെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഈ കാല് വയ്യാതിരുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ ഷുഗറോ മറ്റൊന്നുമില്ല. എന്തുണ്ടായിരുന്നാലും എന്റെ സ്വർഗത്തിന്റെ ദൈവം എനിക്ക് ഒരു വിടുതൽ തരുവാനിടയായി തീർന്നു. എന്നാൽ കുഞ്ഞിനെ ഗർഭം ധരിച്ച് 5 മാസമായപ്പോൾ പറയുകയാണ് എനിക്ക് ഷുഗർ വളരെയധികം കൂടുതലാണ്, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് തന്നെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ അവിടെ എന്നും ദൈവം അതിനൊന്നും ഇടവരുത്താതെ വന്ന എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ എനിക്ക് ആ സമയത്ത് എനിക്ക് 34 വയസ്സ് കഴിഞ്ഞു. 34 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് എനിക്കൊരു സുഖമായ ഒരു ഡെലിവറി പോലും കിട്ടില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അത് എനിക്ക് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞ് സിസേറിയൻ ഞാൻ എല്ലാം ആ റൂമിൽ ചെന്ന് എഴുതി കൊടുത്ത് മൈക്ക് ഡോക്ടറെ കാണുവാനുള്ള എല്ലാം ഇത് ചെയ്ത് നാളെ രാവിലെ 7 മണിക്ക് എന്നെ കൊണ്ടുപോകുമെന്നായ പറഞ്ഞതായ ആ സ്ഥാനത്ത് 6:03 ഒരു അനുഗ്രഹപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. കുഞ്ഞിനെ പ്രസവിച്ച് 30 ദിവസമായപ്പോൾ തന്നെ ഞങ്ങൾ ഭവനത്തിൻ്റെതായ പ്രതിഷ്ഠ ചെയ്ത് ഞങ്ങൾ ഭവനത്തിൽ കയറുവാനിടയായി തീർന്നു. അടുത്ത് എനിക്ക് പിന്നെയും കുഞ്ഞിന് 2 വയസ്സ് 2 മാസമായപ്പോൾ തന്നെ അടുത്ത കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. മോക്ക് 1.5 വയസ്സായപ്പോൾ തന്നെ അടുത്ത് ഞാൻ പ്രഗ്നന്റ് ആകുവാനിടയായി തീർന്നു. രണ്ടാമത്തത് ആൺകുഞ്ഞാണ്. ഞാൻ പറഞ്ഞു പ്രൈസ് എന്നാണ് പേര്. അവനും 7 മാസമായപ്പോൾ വയറിൽ വെച്ച് തന്നെ കുഞ്ഞിനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെതായ കിഡ്നി വളരെയധികം വീക്കാണെന്ന് പറയുവാനിടയായി തീർന്നു. അത് 9-ാം മാസത്തിൽ വളരേണ്ടത് 7 മാസമായപ്പോൾ വളർന്ന് ഒന്നീ വയറിനകത്ത് വെച്ച് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുക, ഇല്ലെങ്കിൽ കുഞ്ഞിനെ ഇത് ഈ ആശുപത്രിയിൽ പറ്റൂല, SAT-യിൽ മെഡിക്കൽ കോളേജ് SAT-യിൽ വിടുമെന്ന് പറയുവാനിടയായി തീർന്ന 9-ാം മാസം കടന്നുപോയി. ലാസ്റ്റ് ചെക്കപ്പ് ചെയ്തപ്പോൾ 7-ാം മാസത്തില് എത്രയാണോ കിഡ്നിയുടെ വീക്കായിരുന്നത് അതേ വളർച്ച തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ഡോക്ടറിനൊരു സംശയം വന്ന് ഇത്രയും ക്രിട്ടിക്കൽ ആയിരുന്നിട്ട് കുഞ്ഞിനെ ഇത് ഇപ്പോൾ നോർമലായി കാണുന്നെങ്കിലും പ്രസവം കഴിഞ്ഞ് കുഞ്ഞ് 24 മണിക്കൂറിനകം വെച്ച് മലമൂത്ര വിസർജനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറയുവാനിടയായി തീർന്ന മോനെ പ്രസവിച്ച് 4 മണിക്കൂറാവുന്നതിന് മുൻപ് തന്നെ അവൻ മലമൂത്ര വിസർജനം ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് അവൻ ആരോഗ്യവനായിട്ടിരിക്കുന്നു. 2-ാം ക്ലാസ്സിൽ അവൻ പഠിക്കും. 2-ാം ക്ലാസ് പഠിച്ച് 3-ാം ക്ലാസ്സിലേക്ക് അവൻ കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു 3-ാമത് ദൈവം ഒരു ആൺകുഞ്ഞിനെ തരുവാനിടയായി തീർന്നു. അവനും അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഈ കുഞ്ഞിൻ്റെതായ കാര്യങ്ങളൊക്കെ 2 മക്കള് കൂടുതൽ ഉള്ളതുകൊണ്ട് 3-ാമത്തെ കുഞ്ഞിനെ ഉദരത്തിനകത്ത് വളരെയധികം എനിക്ക് ശ്രദ്ധിച്ച് പോകുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു അനുഗ്രഹപ്പെട്ട കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ 4 കിലോയ്ക്ക് 200 ഗ്രാമിന്റെ കുറവുകളായിരുന്നു. ഒരു അനുഗ്രഹപ്പെട്ട ഒരു ആൺതലമുറയെ തരുവാനിടയായി തീർന്നു. മക്കളില്ലെന്ന് പറഞ്ഞതായ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം എന്റെ നിന്ദകളെ മാറ്റി അനുഗ്രഹപ്പെട്ട 3 തലമുറകളെ ദൈവം തന്ന ആ വലിയവനായ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആരെല്ലാം കുഞ്ഞുങ്ങളില്ലാതെ വണ്ണം ഭാരപ്പെടുന്നുവോ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കാമെങ്കിലും മക്കളില്ലായിരുന്നെങ്കിലും മക്കളെ ഉളവാക്കുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തിന് കല്ലുകളെ കൊണ്ട് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച നമുക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേദനപ്പെടുന്നതായ സ്ഥാനത്ത് ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആരും കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ ദൈവത്തിനെ കൊണ്ട്
കഴിയാത്ത ഒരു കാര്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് മോൾക്ക് 5 വയസ്സും രണ്ടാമത്തെ കുഞ്ഞിന് 3 വയസ്സും ഇളയ കുഞ്ഞിന് 1.5 വയസ്സ് പ്രായവുമായ സമയത്താണ് എന്റെ ഭർത്താവ് പ്ലംബിങ്ങിന്റെ പണിയാണ്. അങ്ങനെ ജോലിക്ക് പോയിട്ട് മടങ്ങി വന്ന് കോവിഡ് സമയമായിരുന്നു. ആ സമയത്ത് ജോലിക്ക് പോയിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. വന്നപ്പോൾ ഭയങ്കര ഒരു പനിയായിട്ടാണ് വന്നപ്പോ എല്ലാവരും പറഞ്ഞത് ഇപ്പൊ കോവിഡ് ഒക്കെ ആണല്ലോ, മറ്റുള്ളവരടുത്ത് പോയി സംസർഗമൊക്കെ ചെയ്തിട്ട് വരുന്നതായതുകൊണ്ട് ചിലപ്പോ കോവിഡിന്റെ അസ്വസ്ഥതാണെന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിനെ മുറിയിൽ 2 ദിവസം അടച്ചിടുവാനിടയായി തീർന്നു. എന്നാൽ അദ്ദേഹത്തിന് പനിയുടേതായ ഭയങ്കരമായ ഒരു അസ്വസ്ഥത ഞങ്ങളുടെ സഭയിലെ സെക്രട്ടറിയും എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് അന്നിരുന്നതായ ദേവദാസൻ എല്ലാവരും കൂടെ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ഭവനത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ കോവിഡ് അല്ലേ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയിലേക്ക് പെട്ടെന്ന് പകരാവുന്ന അത്രയ്ക്കുള്ള ഒരു സീരിയസ് പോലെ കണ്ടിരുന്നതായ ഒരു കാലഘട്ടമായിരുന്നു. എന്നാലും എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡിന്റേതായ യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് പനി കുറയാത്തതെന്ന് നോക്കി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പറയുന്ന ബ്ലഡിന്റെ കൗണ്ട് വളരെയധികം കുറവായിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തായാലും ഇനി നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നെടുമങ്ങാട് ഹോസ്പിറ്റലിലേക്ക് വിടുവാനിടയായി തീർന്നു. അവിടെ കൊണ്ടുപോയി ബ്ലഡ് ഒന്നിരാടം പോയി ചെക്ക് ചെയ്തെങ്കിലും ബ്ലഡിന്റെ അളവ് വളരെയധികം തീരെ കുറവായി തന്നെ കാണപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ ജോലി ചെയ്യാൻ പോകുന്നതായ ആ സ്ഥലത്ത് ആ കോൺട്രാക്ടിനെ പണിയുടെ അത്യാവശ്യ പണിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ രോഗത്തിന് ബ്ലഡിന്റെ കൗണ്ട് കയറും. അതുകൊണ്ട് ബ്ലഡ് അടയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെ അവിടെ കൊണ്ടുപോയപ്പോ എന്റെ ചേച്ചിയുടെ മോന് എല്ലാരും കൂടിയാണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വയറ് ഏറി വീർക്കുവാൻ തുടങ്ങി. വയറ് നല്ലതുപോലെ വീർത്ത് യൂറിൻ പോകുവാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാനിടയായി തീർന്നു. അവിടെ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇനി എന്തായാലും ഇവിടെ കൊണ്ട് പറ്റൂല, നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലേ മതിയാകത്തുള്ളൂ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറയുകയാണ് എലിപ്പനിയാണ്. എലിപ്പനിയിൽ കൂടി മഞ്ഞപ്പിത്തം കിഡ്നിയെ ബാധിച്ചു, കരളിനെ ബാധിച്ചു കഴിഞ്ഞു. ഇനി ഹാർട്ടിനെ കൂടെയുള്ള ബാധിക്കാൻ അത്രയ്ക്ക് സീരിയസ് ആയപ്പോ എന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരം ഓരോ ദിവസത്തേക്ക് വീർത്ത് കെട്ടുവാനിടയായി തീർന്നു. ശരീരം നല്ലതുപോലെ ഓരോ ദിവസം നോക്കുമ്പോൾ നല്ലതുപോലെ വീർത്ത് വരുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന് ഞങ്ങളുടേതായ ഭവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണ വീടിന് തുല്യമായിരുന്നു. എന്റെ 3 കുഞ്ഞു മക്കളാണ്. പ്രായത്തിൻ്റെതായത് പറഞ്ഞല്ലോ, അവരുടേതായ പപ്പയെ കാണാതെ ഒരു നിമിഷം പോലും അവരിരിക്കുകയില്ല. ദൂരെ എവിടെയെങ്കിലും പണി കിട്ടിയാൽ പോലും ഈ കുഞ്ഞുങ്ങളെ കരുതെന്ന് വെച്ചാൽ ഇത്ര വർഷവും കിട്ടാതിരുന്ന് കിട്ടിയ മക്കളായതുകൊണ്ട് അവരെ കാണാതെ ദൂരോട്ടൊന്നും ജോലിക്ക് പോവുകയില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഈ പപ്പയെ കാണാത്തതിനായ വിഷം എന്റെ മാതാപിതാക്കളൊക്കെ ഭവനത്തിൽ വന്ന് കിടക്കും. എന്നാ അവര് വന്ന് കിടന്ന് കുറച്ച് കഴിയുമ്പോ അവർക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കുഞ്ഞു മക്കളാണ്. പപ്പയെ കാണാത്തതിനായ സങ്കടം വേദനകളെല്ലാം ഈ കുഞ്ഞുങ്ങളെ ഇട്ട് അലട്ടി അവര് രാത്രി സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് അവര് കരയുവാനിടയായി തീർന്നു. അങ്ങനെ അവരൊക്കെ 3-4 ദിവസമൊക്കെ വീട്ടിൽ വന്ന് കിടന്നിട്ട് BP ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട് അവര് വീട്ടിൽ പോയി കിടക്കും. ഞാനും എന്റെ കുഞ്ഞുങ്ങളും മാത്രം രാത്രി സമയങ്ങളിലായിരിക്കും. രാത്രിയാകുമ്പത്തേ ദൈവത്തോട് പ്രാർത്ഥിക്കും. മക്കളെടുത്ത് പറയും, മക്കളെ ഡോക്ടർ പറയുകയാണ് ബ്ലഡിന്റെ കൗണ്ട് തീരെ കുറഞ്ഞു വരികയാണ്, ഇനി ഡയാലിസിസ് ചെയ്താലേ മതിയാകത്തുള്ളൂ എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ എന്റെ മക്കളെടുത്ത് പറയും, മക്കളെ പപ്പയ്ക്ക് ഒരു മനുഷ്യന്റെ രക്തം കൊടുത്തു കഴിഞ്ഞാൽ പപ്പയ്ക്ക് ഒരു വിടുതൽ കാണൂല. മക്കളെ പ്രാർത്ഥിക്കണം. യേശുവിന്റെ രക്തം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പപ്പയ്ക്ക് ദൈവം ഒരു വിടുതലയക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. 5 വയസ്സായ എന്റെ പൊന്നുമോളും 3 വയസ്സായ എന്റെ മോനും അവരറിയാവുന്ന രീതിയിൽ അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞങ്ങളെ സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അപ്പോഴേ എന്റെ ഭർത്താവിന് ഇത്രയും സീരിയസ് ആയതുകൊണ്ട്
എല്ലാവരും ഞങ്ങളുടെ ഭവനത്തിന്റെ സമയത്തൊക്കെ കടന്നു വന്നാലും ഞങ്ങളുടെ ഭവനം ഒരു മരണ വീടിന് തുല്യമായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ആദ്യം പറഞ്ഞ് എന്നെ വയറിങ്ങനെ ചേർത്ത് പറഞ്ഞോണ്ട്. അപ്പോഴും ഞാൻ സെൻട്രൽ പാസ്റ്റർ ഭാര്യയും ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇതാണ് എന്റെ ഭർത്താവിൻ്റെതായ അവസ്ഥ, ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. അപ്പോഴും ചേച്ചി വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവസാന നിമിഷം ദൈവത്തിന്റെ പ്രവൃത്തി സഹോദരന്റെ മേൽ ഇറങ്ങി വരും. സഹോദരൻ പൂർവ്വ ആരോഗ്യത്തോടെ തന്നെ ഭവനത്തിലേക്ക് കടന്നു വരുമെന്ന് പറയുവാൻ തീർന്നെന്നാൽ എല്ലാവരും ഞങ്ങളെ വീട്ടിലെ ഒരു മരണ വീട് പോലെ ആയിരുന്നു. എല്ലാവരും കടന്നു വരും, എല്ലാവരും നോക്കുമ്പോൾ കണ്ണു നിറഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥ. എല്ലാവരും കടന്നു വന്ന് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു പ്രാർത്ഥിയെ പോലെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ വാക്ക് എന്റെ വായിൽ നിന്ന് വീഴും, എന്റെ ഭർത്താവ് മരിക്കുകയില്ല. എല്ലാവരും വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയില്ല, എന്റെ ഭർത്താവ് മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവ മരിക്കുകയല്ല, എന്റെ ഭർത്താവ് ജീവനോടെ തന്നെ ഭവനത്തിലേക്ക് കടന്നു വരുമെന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് രാത്രിയാമത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ദൈവം കുഞ്ഞുങ്ങളോട് കരുണ കാണിച്ച് 3-ാമത്തെ ദിവസമായപ്പോൾ ഒരല്പം പോലും ബ്ലഡ് അടയ്ക്കാതെ വണ്ണം തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്രത്തോളം ബ്ലഡ് വരേണ്ടതുണ്ടോ അതുപോലെ തന്നെ എന്റെ ഭർത്താവിൻ്റെതായ ശരീരത്തിൽ ബ്ലഡ് വരുവാനിടയായി തീർന്നു. എന്റെ ഭർത്താവ് ഇന്നും പൂർണ്ണ ആരോഗ്യത്തോടെ സുഖത്തോടെ തന്നെ ആയിരിക്കുന്നു. യാതൊരുവിധമായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വണ്ണം ഉപജീവന മാർഗത്തിന് കടന്നു പോവുകയും ഞങ്ങളെ കുടുംബമായി ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ഞങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ കളിക്കുന്ന പ്രിയ പ്രേക്ഷകരെടുത്ത് ആരോമ ടിവിയിലായിരിക്കുന്ന ചാനലിലായിരിക്കുന്ന എന്നെ ശ്രവിക്കുന്നതായ ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, നമ്മള് ഏതെല്ലാം പ്രശ്നത്തിന്റെ മധ്യം നമ്മളായിരുന്നാലും അതിന്റെ നടുവിലൊക്കെ വിടുവിക്കാൻ ശക്തനായ ഒരു ദൈവം നമ്മളെ ജീവിതത്തിനകത്തുണ്ട്. നമ്മളെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നേരിടുമ്പോൾ നാം വിചാരിക്കും ഇതൊക്കെ നമ്മളെ തകർക്കുവാനാണെന്ന്. ഒരിക്കലും അതല്ല. നമ്മളെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു വേദന കടന്നു വരുന്നത് നമ്മളെ അത് തകർന്നു പോകുവാനല്ലാതെ നമ്മളെ പോലുള്ള മറ്റുള്ള അനേകം പേർ ദൈവത്തെ അറിയാത്തവരായിരുന്നാലും അറിഞ്ഞവരായാലും ഇതിന്റെ കൂടെ കഷ്ടത്തിൽ പോകുന്ന അനേകം മക്കളുണ്ട്. അവർക്ക് നമ്മളൊരു ആശ്വാസമായി തീരണം. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മളെ കുറിച്ച് നമ്മൾ ഇന്ന സ്റ്റേജിൽ നമ്മൾ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്റ്റേജിൽ കൂടെ ദൈവം നമ്മളെ കടത്തി വിടുവാനിടയായി തീരും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭർത്താവ് സുഖമില്ലായിരുന്ന സമയത്ത് മാതാപിതാക്കളൊക്കെ വന്ന് കിടന്ന് കുഞ്ഞുങ്ങളെ കരയുമ്പോൾ അവർ പോകുമെന്ന് ഞാൻ പിന്നത്തേതിൽ ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്ന്. നമുക്കൊരു പ്രതികൂലം കടന്നു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ നമ്മൾ അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ അടുത്തുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ അവരെ ആശ്രയിക്കുവാനിടയായി തീരും. അവരെ ആശ്വാസ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആശ്വസിക്കുവാനിടയായി തീരും. എന്നാൽ നമ്മൾ ആ സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് ആരുമില്ലാതിരിക്കുന്നതായ ആ സ്ഥാനത്ത് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനിടയായി തീരും. ദൈവത്തിന് അങ്ങനെ നമ്മൾ ഏതളവില് അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ നമ്മൾ എത്തണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ എത്ര നമ്മൾ ായിരുന്നാലും നമ്മളിൽ നിന്ന് ആ സമയത്ത് അകറ്റിക്കളയുവാനിടയായി തീരും. നമുക്കറിയാം, ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ദേവദാസനെ നമ്മളെ പാസ്റ്റേറ്റിനെ നമ്മൾ വിളിക്കും, ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ ദൈവമക്കളെ വിളിക്കും, നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ അവരെ കിട്ടിയില്ലെന്ന് വരും. പക്ഷെ നമ്മൾ ഒരിക്കലും അതിനു വേണ്ടി നമ്മൾ തുറകുറുപ്പ് പറയേണ്ട കാര്യമില്ല. നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് വിടുതലെടുക്കണമെന്ന് വെച്ചാൽ അനേകം പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനുണ്ടെന്നുള്ള ദൈവത്തിനൊരു ഉദ്ദേശം നമ്മളെ കുറിച്ചുണ്ടെങ്കിൽ ദൈവം ആ സമയത്ത് നമുക്ക് തന്നെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം തരുവാനിടയായി തീരും. നമ്മളത് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് അനർത്ഥം തന്നെ ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ തന്നെ നമ്മൾ ഉറച്ച് നിന്ന് നമ്മള് ഏതാണോ നമ്മള് ആയിരിക്കുന്നുവോ നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നവരായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യകാലങ്ങളിൽ യേശുവിനെ കുറിച്ച് കേട്ടെങ്കിൽ എനിക്ക് ആ യേശുവിനോട് പൂർണ്ണമായിട്ട് അടുത്ത് വരുവാൻ എനിക്ക് കഴിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ദൈവവചനം പറയുന്ന പിതാവ് ആകർഷിക്കാതെ പുത്രനിലേക്ക് ആരും കടന്നു വരുന്നില്ല എന്ന്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഏത് സ്ഥാനത്ത് ഇരുന്നിരുന്നാലും ദൈവം നമ്മളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. എന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നതായ സമയത്ത് എനിക്ക് 3 കുഞ്ഞു മക്കളായതുകൊണ്ട് അദ്ദേഹത്തിന് പോയി ഒന്നും ചെയ്തു കൊടുക്കുവാനോ ഒന്നിനും കഴിയാത്തതായ ഒരവസ്ഥ എന്റെ ജീവിതത്തിനകത്തുണ്ടെന്ന്. എന്റെ ഭർത്താവിന്റെ 2ാമത്തെ ചേട്ടന്റെ മകൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയായിരുന്നു.
പെട്ടെന്ന് ഈ കൊറോണയുടെ ഇത് വന്നപ്പോഴേ അവിടെ നിൽക്കാൻ കഴിയാതെ വണ്ണം മോൻ നാട്ടിലേക്ക് വന്ന സമയമായിരുന്നു. ആ സമയമായതുകൊണ്ട് എന്നെ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ആ മോൻ തന്നെ ചെയ്യുവാനിടയായി തീർന്നു. യൂറിനൊക്കെ പോകാൻ ട്യൂബ് ഇട്ടുന്നപ്പോഴും ഒരു മകന്റെ സ്ഥാനത്തും തന്നെ ആ കുഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആ സമയത്തൊക്കെയും ഈ കൊറോണ വന്ന് അവിടെ അവധിയായത് കൊണ്ടാണ് ആ മോന് കടന്നു വരുവാനിടയായത്. നമുക്ക് ഈ സമയത്ത് ചിലപ്പോ ആ മോൻ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് വേറൊരു വ്യക്തിയിൽ കൂടി ആയിരിക്കും നമുക്ക് അത് ചെയ്യുവാൻ കഴിയുന്നെങ്കിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കഷ്ടത വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് ആരുമില്ല, നമ്മളെ സഹായിപ്പാൻ ആരുമില്ല. ദൈവത്തിന്റെ വചനം പറയും, നമ്മളെ ഒരിക്കലും ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമുള്ള പരീക്ഷകളൊന്നും ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും തരികയില്ല. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ദൈവം ഇത്രയും എന്റെ ജീവിതത്തിനകത്ത് ഇതിൽ കൂടെയൊക്കെയും ദൈവം എന്നെ കടത്തിവിട്ടത്, അല്ലെങ്കിൽ പൈശാചികമായ ബന്ധനത്തിൽ നിന്നൊക്കെയും ദൈവം എനിക്കൊരു വിടുതൽ തന്ന് തലമുറകളില്ലാതെ വണ്ണം ഭാരപ്പെട്ട സ്ഥാനത്ത് ദൈവം 3 തലമുറകളെ തരുവാനിടയായി തീർന്നു. ഹിന്ദു ആയിരുന്ന എനിക്ക് എന്റെ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. ഒരു കുടുംബ ജീവിതം തന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ജീവിക്കുന്ന ദൈവം യേശുവാണ്. ആ യേശുവിൽ തന്നെ നമ്മള് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ നമ്മൾ പോകണം. അതുപോലെ ഇത്രയും സമയം എനിക്ക് ഈ അരോമ ചാനലിൽ കൂടി എനിക്ക് സംസാരിക്കാൻ പാസ്റ്റർ ഡാനിയൽ ജോൺ എന്ന ദേവദാസന്റെ സാന്നിധ്യത്തിൽ തന്നെ എനിക്ക് ദൈവസന്നിധിയിൽ സാക്ഷിയായിരിക്കാൻ ദൈവം വലിയവനായ ദൈവം ഒരുക്കി തന്ന ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അവസരം ഒരുക്കി തന്നതായ ഈ ദേവദാസനോടുള്ള നന്ദി ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ സാക്ഷ്യത്തിൽ നിന്നിരുന്നുകൊള്ളുന്നു. ദൈവം നമ്മളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു പ്രിയ സിസ്റ്റർ. ഇത്രത്തോളം സമയം കർത്താവിനെ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഹൈന്ദവ ആശാരി കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു ബാല്യകാലത്തിലെ ചില ഓർമ്മകൾ പറയുകയുണ്ടായി. എന്നാൽ സമീപത്തുള്ളതായ കുടുംബത്തിൽ നിന്ന് ലഭിച്ചതായ അല്ലെങ്കിൽ അവരുടെയൊക്കെ പരിചരണത്തിൽ ആത്മീയ അനുഭവങ്ങൾ യേശുവിനെക്കുറിച്ചൊക്കെ അറിയുവാനിടയായി തീർന്നെങ്കിലും പിന്നത്തേതിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവവൈതലായി തീർന്ന് കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനും ഒക്കെ ഇടയായി തീർന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ജീവിതത്തിൽ നേരിട്ട സംഭവബഹുലമായ ചില അനുഭവങ്ങൾ, പൈശാചികമായ ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ ദൈവം തന്നു. അപ്പോൾ തന്നെ കുടുംബജീവിതത്തിൽ ദീർഘമായ വർഷങ്ങൾ തലമുറകളില്ലാതെ ഇരുന്നു. ദൈവം തലമുറകളെ തന്നു 3 കുഞ്ഞുങ്ങളെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ നേരിട്ടതായ ഭയങ്കരമായ അല്ലെങ്കിൽ മരണകരമായ അനുഭവത്തിൽ നിന്ന് ജീവനെ മടക്കി തന്ന് ദൈവം ആ കുടുംബത്തെ ആദരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവപ്രവൃത്തി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ, അടുത്തറിഞ്ഞ പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രജി സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ, ഇതുപോലെ ഉള്ള ജീവിതങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് നിശ്ചയമായിട്ടും ഒരു വഴിത്തിരിവായി തീരും. കാരണം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ കണ്ണുനീർ കണ്ട് നമുക്ക് വേണ്ടി മനസ്സലിയുന്ന, നമ്മുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് പ്രിയ സിസ്റ്ററിൻ്റെ സാക്ഷ്യവാചകങ്ങളിലൂടെ മനസ്സിലാക്കുവാനിടയായി തോന്നുന്നു. തീർച്ചയായിട്ടും അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രിയ സിസ്റ്ററിനെയും കുടുംബത്തെയും വിടുവിച്ച കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെയും വിടുവിപ്പാൻ ശക്തനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് ഒരു ബൈബിൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് വായിച്ച് പഠിച്ച്
അതിലെ വചനങ്ങളെ അനുസരിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, അനുഗ്രഹം അനുഭവിക്കുവാനും ഇടയായിത്തീരും. അതുപോലെ തന്നെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ അനുഭവത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങി വരുവാൻ കഴിയുന്നില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങൾ കാത്തിരിക്കൂ, ഒരു ദിവസം ദൈവമായ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. ഇറങ്ങി വരുവാൻ തയ്യാറായാൽ ഭവനത്തിൽ വരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സാക്ഷ്യം ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നാം ആയിരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോട് ദിവസത്തിലായിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ റെജി കുഞ്ഞുമോൻ അരോമ TV വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥന സഹായിക്കും. സിസ്റ്ററെ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യുന്ന മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ അനുഗ്രഹമേറിയതുമായ കർത്താവെ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ സന്നിധിയിലെ ഈ അരോമ TV കൂടെ, ഈ ചാനലിൽ കൂടെ ഒരു സാക്ഷിയായി നിൽപ്പാൻ വലിയവനായ ദൈവന്റെ ജീവിതത്തിൽ ഒരിക്കൽ വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഇത് കേൾക്കുന്നതായ എല്ലാ പ്രേക്ഷകരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അരോമ ചാനലിലായിരിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സാക്ഷ്യം ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും കർത്താവെ, സ്തോത്രം ചെയ്യുന്ന വളരെയധികം അനുഗ്രഹമാക്കി ദൈവം തീർക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കണം. പ്രാർത്ഥന യാചനം കേട്ടതിനായി സ്തോത്രം ചെയ്യുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. താങ്ക് യു പ്രിയ സിസ്റ്റർ രജി കുഞ്ഞുമോൻ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനുവേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്ററിനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ, കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെ അവസരങ്ങളെ ദൈവം ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കേട്ട് അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ എല്ലാവരും സഹായിക്കട്ടെ. ആമേൻ. വീണ്ടും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.